മോത്തി, ആ കാര്യത്തിൽ എനിക്കും ഒരു വ്യക്തതയില്ല. ഞാൻ ഇന്ന് രാവിലെ ആദ്യം പുറപ്പെട്ട ചില സന്നദ്ധ പ്രവർത്തകർക്കൊപ്പമാണ് പുഴ കടന്ന മുണ്ടക്കൈയിലേക്ക് യാത്ര തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് എത്തുന്നതേ ഉള്ളൂ. മുണ്ടക്കൈ എന്ന സ്ഥലത്തെ ആദ്യത്തെ, മുണ്ടക്കൈ എന്ന ബോർഡുള്ള ആദ്യത്തെ ഒരു പോയിന്റാണ് ഈ LP സ്കൂൾ എന്ന് പറയുന്നത്. മുണ്ടക്കൈ ടൗണിലേക്കൊക്കെ ഇനിയും എനിക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ അങ്ങോട്ട് എന്താണ് സാഹചര്യമെന്ന് അറിയില്ല. ചില വീടുകളൊക്കെ തകർന്നത് എനിക്ക് ഈ സ്കൂൾ മുറ്റത്തുനിന്ന് തന്നെ കാണാം. അവിടെ ഒരു വീട്ടിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഇന്നലെ നമ്മുടെ ടീച്ചർ തന്നെ വിളിച്ച് അറിയിച്ചിരുന്നു. അത് ഞാൻ രക്ഷാപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. അവരെ രക്ഷിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. സ്കൂളിന്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ ചിലരുണ്ട്. അവരുടെ കാര്യം ഒന്ന് ഈ സൈന്യത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ ശാലിനി ടീച്ചർ തന്നെ ഇന്നലെ വൈകിട്ട് തന്നെ വിളിച്ചിരുന്നു. അവരുടെ വിവരം കൊടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴവിടെ ആളുണ്ടാകില്ല, അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുണ്ടക്കൈയിലേക്കുള്ള യാത്ര തുടരുകയാണ് മോത്തി. തൽക്കാലം ഈ സ്കൂളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിച്ച് ഞങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകട്ടെ. മനസ്സിലായി കമൽ. മുന്നോട്ട് പോകുമ്പോൾ സശ്രദ്ധം പോകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. വലിയ കുഴികളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടാകും. ജാഗ്രതയോടെ നമ്മുടെ സംഘം മുന്നോട്ട് പോകുമെന്ന് തന്നെ വിചാരിക്കുന്നു. സൈന്യം രാവിലെ തന്നെ രക്ഷാദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. പാലം കുറച്ച് കൂടുതൽ ശക്തിയോടെ നിർമ്മിക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പ്രദേശത്തു നിന്നും എല്ലാവരെയും തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു, ജീവന്റെ ഒരു തുടിപ്പെങ്കിലും അവശേഷിക്കുന്നോ എന്ന അന്വേഷണത്തിലാണ് അവർ.